ഹായ് ഫ്രണ്ട്സ്, ഡി വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന രൂപം പെയിന്റ് ചെയ്തൊന്ന് കുട്ടപ്പനാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കുറച്ച് വർഷങ്ങളായി, ഇത് ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇത് പെയിന്റ് കളറൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ഇതൊന്ന് പെയിന്റ് അടിച്ച് ഇത്തിരി ഗ്ലോസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഇത് ഫാബ്രിക് പെയിന്റോടല്ല ചെയ്യേണ്ടത്. ഇത് നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പെയിന്റ് ചെയ്ത് നോക്കിയാലോ. പെയിന്റിങ്ങിന് മുമ്പുള്ള സ്റ്റാച്ചുവിൻ്റെ അവസ്ഥയാണ്. വളരെ ഡിമ്മായി പൊടിയും ചെളിയൊക്കെ ആയിട്ട് ഭയങ്കര മോശമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. പെയിൻറ്റിങ് ഒക്കെ ഭയങ്കര ഫെയ്ഡായി, റെഡ് കളറൊക്കെ മാറിയൊരു ഡിമ്മായിരിക്കുകയാണ്. അപ്പം ഇനി അത് പെയിൻ്റ് അടിച്ച് നല്ല ഗ്ലോസി ആക്കി എടുക്കണം. അപ്പോൾ ഇതാണ് പെയിൻറ്റിങ്ങിന് മുമ്പിലുള്ള സ്റ്റാച്ചുവിൻ്റെ പൂർണ്ണമായൊരു അവസ്ഥ. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരുവിധമൊക്കെ ഞാൻ ഒപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ലെങ്കിലും ഒരുവിധം മനോഹരമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം അതിനനുസരിച്ചാണ്. ഞാൻ തന്നെ എൻ്റെ കഴിവിനെ പൊക്കി പറയുന്നത് വളരെ മോശമല്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട്, പഴയതിനേക്കാൾ മനോഹരമായിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായില്ലേ, ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് നമുക്ക് സ്റ്റാച്യൂസ് പെയിൻറ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു ഇത് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം ലൈഫ് കിട്ടും, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് നമുക്ക് സ്റ്റാച്ചു എന്തെങ്കിലും പെയിൻറ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.